ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 27-ാമത്തെ ശ്ലോകം. ജാതസ്യ ഹി ധ്രുവോർമൃത്യു ധ്രുവം ജന്മ മുദസ്യ ച തസ്മാദപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. അതായത്, ജനിച്ചവന് മരണമെന്നതുപോലെ മരിച്ചവന് ജനനവും സുനിശ്ചിതമാണ്. അതുകൊണ്ട് അപരിഹാര്യമായ ഒരു കാര്യത്തെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട അർജുന എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. അതായത്, ജനിച്ചവൻ എങ്ങനെയാണോ മരണം, അതേപോലെ തന്നെയാണ് മരിച്ചവന് ജനനവും ഉണ്ടാവുന്നത്. സനാതനധർമ്മം ജീവന്മാരുടെ പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ട്. ജനനവും മരണവും അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. കാലപ്രവാഹത്തിൽ എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെ വെള്ളം നീരാവിയായി മഴയായി വർഷിച്ച് വീണ്ടും കടലിൽ തന്നെ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെയാണ് ഈ ജീവിതചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത്വജ്ഞാനികൾ ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി ഈ പ്രതിഭാസത്തെ സാക്ഷിഭാവത്തിൽ കാണുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ പൊരുൾ. ഒരിക്കൽ പ്രത്യക്ഷമായിട്ടുള്ളതെല്ലാം തന്നെ മറ്റൊരു സന്ദർഭത്തിൽ അപ്രത്യക്ഷമാകുന്നു. അത് ഇന്ന് ഉണ്ടായ ഒരു വസ്തു നാളെ മറ്റൊരു രൂപത്തിൽ പരിണമിച്ച് മാറി വന്നേക്കാം. ഈ പരിണാമം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, അല്ലാതെ നാശം സംഭവിക്കുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രഭാതത്തിൽ പൂക്കൾ വിരിഞ്ഞ് ചുറ്റും പരിമളം പരത്തുന്നു. രാവിലെ പരിമളം പരത്തിയ പൂവ് വൈകിട്ട് വീഴുന്നത് കാണുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. ഇതുപോലെ തന്നെയാണ് എല്ലാ ജീവന്മാരുടെയും അവസ്ഥ. ജനനവും മരണവും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ദുഃഖവും വേദനയും ജീവന്മാർ അനുഭവിക്കുന്നു. അജ്ഞാനത്തിൽ കഴിയുന്ന ജീവന്മാർക്ക് ഇതൊന്നും തന്നെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അവ സുഖത്തിലും ദുഃഖത്തിലും മുങ്ങിയും പൊങ്ങിയുമാണ് കഴിയുന്നത്. ആത്മാവാണ് ഞാനെന്ന് എന്ന് ഈ ജീവൻ ബോധിക്കുന്നുവോ അന്നേ ഈ ജീവൻ്റെ ഈ ഭയവും ദുഃഖവും മാറിക്കിട്ടുകയുള്ളൂ എന്നാണ് സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. ജീവൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ ജനന മരണചക്രം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആഗ്രഹങ്ങളാണ് ജീവനെ ഇങ്ങനെ തുടരുവാൻ കാരണം. എന്തെന്നാൽ ആഗ്രഹത്തിൻ്റെ കാരണം അജ്ഞാനമാണ്. അജ്ഞാനം കൊണ്ടാണ് ഞാൻ ശരീരമാണെന്നുള്ള ബോധമുള്ളത്. ശരീരമാണെന്നുള്ള ബോധം പോവാത്തിടത്തോളം നമുക്കൊരിക്കലും ആത്മബോധം ഉണ്ടാവുകയും ചെയ്യുകയില്ല. എന്നാൽ ആത്മബോധം എന്നുണ്ടാകുന്നുവോ അന്ന് ശരീരബോധവും അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ എല്ലാ ഭയവും ദുഃഖവും വേദനയും എല്ലാം അതോടുകൂടി അപ്രത്യക്ഷമാകുന്നു. ഞാൻ ജനിക്കുന്നില്ല മരിക്കുന്നുമില്ല, ഞാൻ ജനിക്കുന്നു മരിക്കുന്നു എന്നത് വെറും വിഭ്രാന്തിയാണ് എന്ന് അപ്പോൾ ബോധ്യപ്പെടും. അതുകൊണ്ട് മാനവജന്മത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് ഉണരുക എന്നത് തന്നെയാണ്. അല്ല, ഉണരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എന്നും ഈ ലോകത്ത് ഇതേ ദുഃഖവും ദുരിതവും ജനനവും മരണവും എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല എന്നാണ് ഇവിടെ കൃഷ്ണൻ അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ആത്മാവിനെ നല്ലതുപോലെ അറിയാൻ ശ്രമിക്കൂ. അല്ലാതെ ഒരു പ്രതിസന്ധിയിൽ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. അതൊന്നും ഒളിച്ചോടാൻ ശ്രമിച്ചാലും സാധിക്കുകയില്ല. അജ്ഞാനം മാറാത്തിടത്തോളം ഈ വിഭ്രാന്തിയെല്ലാം നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ തത്വം മനസ്സിലാക്കി നിൻ്റെ കർത്തവ്യകർമ്മം സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് ചെയ്യൂ എന്നു തന്നെയാണ് ഇവിടെ കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് വീണ്ടും അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാണാം.